വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യഥാർത്ഥത്തിൽ ഒരു വലിയ ഏകദേശം ഒരു 25,000-ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ചാനൽ പൂട്ടിയ ഒരു സങ്കട വാർത്ത ഞാൻ എൻ്റെ വോയിസ് ഓഫ് യൂസഫിലൂടെ പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് ഈ പുതിയ വ്ളോഗ് ഇതുവരെയും എനിക്ക് പിന്തുണ തന്നിരുന്ന എൻ്റെ പ്രേക്ഷകർ, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വാക്കുകളെ ഇഷ്ടപ്പെടുന്ന, തീർച്ചയായും നിഷ്പക്ഷമായിട്ട് മാത്രം വാർത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? ഒരു അടിസ്ഥാനപരമായിട്ട് നാളെ നമ്മുടെ സർവശക്തനായ സർവേശ്വരനായ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന ഒരു വിശ്വാസമുള്ള ആൾ എന്ന നിലക്ക് എന്തെങ്കിലും അന്യായമായ ഒരു വാർത്ത നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ യഥാർത്ഥത്തിൽ യൂട്യൂബർമാർ പറയാത്ത ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ സുനിത ദേവദാസ്, നിങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രശസ്ത വ്ളോഗറാണ് ആരിസ് മദനി. അദ്ദേഹം ഒരു വലിയ വ്ളോഗർ തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ആരിസ് മദനിയുടെ ആ വ്ളോഗ് എന്തുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു കിട്ടാത്തത്? ഇത് ഈ കേരളം എന്ന് പറയുന്ന സംഘപരിവാരത്തിൻ്റെ സംസ്ഥാനമൊന്നും അല്ലാഞ്ഞിട്ട് പോലും ആരിസ് മദനിയുടെ ആ ചാനൽ തുറന്നു കൊടുക്കാത്തതിൻ്റെ രഹസ്യങ്ങൾ ധാരാളമുണ്ട്. അഥവാ കാസ എന്ന് പറയുന്ന ക്രിസംഗികളുടെ ഒരു കൂട്ടം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്ക്, അദ്ദേഹത്തിൻ്റെ ആ വ്ളോഗ് പൂട്ടിയതാ, തുറന്നു കൊടുക്കുന്നേ ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമിൻ്റെ ഒരവസ്ഥ. എന്തും ഏതു സമയത്തും അവന് ആശയപരമായിട്ട് പോലും ഒന്നും പറഞ്ഞുകൂടാ. അതിനുവേണ്ടി കണ്ണിങ്ങായി കാത്തിരിക്കുകയാണ് ഈ സംഘികളും കൃസംഘികളും മുസംഘികളും സംയുക്തമായിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഒരു യഥാർത്ഥ നീതിബോധമുള്ള ഒരു വ്ളോഗറായിരുന്നു യഥാർത്ഥത്തിൽ സുനിത ദേവദാസ്. ആ സുനിത ദേവദാസിൻ്റെ വ്ളോഗ് മില്യൺ കണക്കായ സബ്സ്ക്രൈബേഴ്സുണ്ട്. അതോടൊപ്പം തന്നെ അത്രമാത്രം പ്രേക്ഷകരുണ്ട്. അനുദിനം ആളുകൾ ആഗ്രഹിക്കുന്നു നല്ല കണ്ടൻറ്റുള്ള, നല്ല ഗുണപാഠമുള്ള വ്ളോഗുകളാണ് അവർ ചെയ്യാറ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസത്തിലേറെയായി അവരുടെ വ്ളോഗുകളൊന്നും തന്നെ കാണുന്നില്ല? അവർ വ്ളോഗ് ചെയ്യുന്നില്ല. എന്താ സംഭവിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര നിലവാരമുള്ള, അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു വളരെ നിഷ്പക്ഷമായി വ്ളോഗ് ചെയ്യുന്നു. പക്ഷേ ആ നിഷ്പക്ഷത യഥാർത്ഥത്തിൽ ഒരു പട്ടത്തിനായിത്തീരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംഘികളും മുസംഘികളും കൃസംഘികളും പരാതിപ്പെടുന്നത്. എന്തുകൊണ്ട്? മർദ്ദിതൻ്റെ പക്ഷത്ത് ചെയ്യുന്നു, മർദ്ദിതന് വേണ്ടി ചെയ്യുന്നു. മർദ്ദിതൻ ഇന്ന് കാണുന്ന ലോകത്ത് ഏറ്റവും വലിയ മർദ്ദിത വിഭാഗം മുസ്ലിം ജനവിഭാഗമാണ്. അതല്ല ഹിന്ദു വിഭാഗമാണ് മർദ്ദിത ജനവിഭാഗമെങ്കിൽ തീർച്ചയായിട്ടും നാം ഹിന്ദുക്കളോട് കൂടെ തന്നെയാണ്, ഹിന്ദുക്കൾക്ക് സപ്പോർട്ട് തന്നെയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ നോക്കിയിട്ടല്ല ഒരിക്കലും ഒരു മുസ്ലിമായ നീതിമാൻ്റെ ഒരു തീരുമാനം. അതുപോലെയുള്ള ഒരു നിഷ്പക്ഷമായ വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സുനിത ദേവദാസ്. എന്നിട്ട് ആ സുനിത ദേവദാസിൻ്റെ വ്ളോഗ് പൂട്ടാനുണ്ടായ കാരണം അവർ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന, നോക്കണം, ആലോചിച്ച് നോക്കൂ, സാമ്രാജ്യത്വ മേധാവിത്വം നിറഞ്ഞ, അതോടൊപ്പം തന്നെ ഏകപക്ഷീയമായ അവരുടെ നിലപാടുകളെ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സംഘികളുടെ നിലപാടുകളെ, ഭരണകൂടത്തിൻ്റെ നിലപാടുകളെ മുഖം നോക്കാതെ വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ സുനിത ദേവദാസിൻ്റെ വ്ളോഗിന് വിലക്ക് വന്നിരിക്കുകയാണ്. കാണുകയില്ല. നിങ്ങൾ നോക്കൂ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഒരു മാസത്തിന് മുമ്പ് വ്ളോഗ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സുനിത ദേവദാസിന് വ്ളോഗില്ല. ആലോചിച്ച് നോക്ക്. അപ്പോൾ അത്രമാത്രം സ്വാധീനമാണ് യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റുകളും ലോകത്ത് പിടിമുറുക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വ്ളോഗിന് റീച്ച് കിട്ടുക, അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് വ്യാപിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പറയുകയാണ്. അഥവാ വയലേഷൻ എന്നതും കോപ്പിറൈറ്റ് എന്നതും ഒക്കെ നമുക്ക് യൂട്യൂബർമാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വ്ളോഗ് പൂട്ടാതിരിക്കാൻ നിങ്ങളത് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ശ്രദ്ധ അങ്ങനെ പറഞ്ഞു പോകുന്നു എന്നതൊഴിച്ച് നിർത്തിയാൽ യഥാർത്ഥത്തിൽ അത് അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന യൂട്യൂബ് തുടങ്ങുന്നവർക്കും തുടങ്ങാനുള്ളവർക്കും അടിസ്ഥാനപരമായി അഥവാ സത്യസന്ധമായി സുതാര്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ് എന്ന് ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ വയലേഷൻ എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻ പോളിസി അനുസരിച്ച് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലല്ല, പ്രധാനമായും ടൈറ്റിൽ കൊടുക്കുന്നിടത്ത് നാം എന്തെങ്കിലും ഒരു ഭയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഭയചകിതരാക്കുന്നു, അല്ലെങ്കിൽ ആക്രമം, അല്ലെങ്കിൽ പിടിച്ചുപറി,
അല്ലെങ്കിൽ ബലാത്സംഗം, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ ഈ പറയുന്ന ടൈറ്റിലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കുന്നത് അതാണ് പ്രധാനമായും. അപ്പോൾ ആ ടൈറ്റിലിൽ ഇത്തരത്തിലുള്ള വയലൻസിനെ അഥവാ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചാൽ ഉടനെ തന്നെ അവരുടെ വ്ളോഗുകൾക്ക് വയലേഷൻ വരും. അതോടൊപ്പം തന്നെ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവലം 30 സെക്കൻഡുകൾക്ക് താഴെയായിരുന്ന ആ പരിധിയും ഇപ്പോൾ കൂട്ടിയിരിക്കുന്നു. കേവലം ഇപ്പോൾ ഒരു 20 സെക്കൻഡ് മാത്രമേ ഏകദേശം മറ്റൊരാളുടെ വ്ളോഗിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അത് തന്നെ അയാളുടെ പേരുകളോ മറ്റോ രേഖപ്പെടുത്തിയ അടയാളങ്ങളൊന്നും തന്നെ കാണാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്നതുപോലെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റു വീഡിയോകളിൽ നിന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ വീഡിയോകളിൽ നിന്ന് വരുന്ന വാർത്തകളുടെ തുടക്കത്തിലൊക്കെ ഏതെങ്കിലും ഉദാഹരണം ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മീഡിയ 1 അല്ലെങ്കിൽ മാതൃഭൂമി എന്ന പേര് മുഴുവനായിട്ട് കണ്ടാൽ, ത്രിഭൂമി എന്ന് കണ്ടാൽ പ്രശ്നമില്ല, ദ്യമെന്ന് കണ്ടാൽ പ്രശ്നമില്ല, മൊത്തം ഒരു വാക്ക് അങ്ങനെ കണ്ടാൽ അവർ ഇതേമാതിരി കോപ്പി റൈറ്റിന് കൊടുക്കും. അങ്ങനെ നമ്മുടെ ചാനൽ തുടർന്ന് 3 കോപ്പി റൈറ്റ് വന്നാൽ അത് കൂട്ടും. മാത്രമല്ല അവരൊന്നും തന്നെ ഒരിക്കലും കോപ്പി റൈറ്റിന് വേണ്ടി അതെടുത്ത് കളയാൻ അഭ്യർത്ഥിച്ചാലൊന്നും ഈ സാമ്രാജ്യത്തെ ലോകത്ത് സ്നേഹം, കാരുണ്യം, വിട്ടുവീഴ്ച ഒന്നും ഇല്ലാത്ത കാലത്ത് അവരൊന്നും തന്നെ അത് പിൻവലിച്ച് തരികയില്ല. യഥാർത്ഥത്തിൽ ആ കാര്യം നമ്മൾ പറയാതിരുന്നുകൂടാ. എന്നതുപോലെ തന്നെ വയലേഷൻ വരുന്ന ഈ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വാക്കുകൾ ടൈറ്റിലിൽ കൊടുക്കരുത്. ആലോചിച്ച് നോക്കൂ. എന്നതുപോലെ തന്നെ രക്തം തെറിക്കുകയോ മറ്റു കാണുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങളുള്ള ആ സ്ക്രീൻഷോട്ടുകളും നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ ചാനലുകൾ അപ്പം തന്നെ സ്വാഭാവികമായിട്ടും വയലേഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂട്യൂബർമാർ മുഴുവനായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അവർ തൊടാതെ പറയുന്നു. ഇപ്പോൾ സസ്പെൻഷനെ കുറിച്ച് തന്നെ നോക്കിയപ്പോൾ എങ്ങനെയാണ് ഈ സസ്പെൻഡ് ഒന്ന് പിൻവലിച്ചു കിട്ടുക എന്നതിന് വേണ്ടി ഞാൻ വളരെ വിദഗ്ധന്മാരായ വ്ളോഗർമാരെ സമീപിച്ചിട്ട് പോലും എനിക്ക് യാതൊരു പരിഹാരവും നിർദ്ദേശിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഉഡായിപ്പുകൾ പറയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കാര്യപ്രസക്തമായ കാമ്പുകളൊന്നും തന്നെ അതിനകത്ത് ഇല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ വ്ളോഗുകൾ ചെയ്യാവൂ, ഈ നിയമാവലി നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു.